ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചെറുപയർ കൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് ചെറുപയർ കുതിർത്തി എടുത്തിട്ടുണ്ട്. രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. ഈ കുതിർത്ത് വെച്ച ചെറുപയറും കോഴിമുട്ടയും നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കി അതും ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ വെള്ളം നന്നായി വാർത്ത് മാറ്റിയ ചെറുപയർ മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം പെട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത കൂട്ട് ഞാനൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് അരിച്ച് പിന്നീട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഈ അടിച്ച കൂട്ടിലോട്ട് തന്നെ ഡയറക്റ്റ് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഞാനൊരു അരിപ്പ വെച്ച് അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ അരിച്ച് അതിന് ശേഷം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്താലും മതി. ഇനിയിപ്പോൾ അരിച്ചെടുത്ത മൈദയുടെ കൂട്ടും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ കൂട്ടും കൂടി പതുക്കെയായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൽ കുറച്ച് മൈദയും കൂടി ഒന്ന് തൂവി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ടൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ ഒന്ന് നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു തട്ടിട്ട് അതിന് മേലെ നമുക്ക് ഈ കേക്ക് ടിൻ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഒഴിച്ചതിന് മുകളിൽ കുറച്ച് ബദാം സ്ലൈസസും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബദാമിൻ്റെ പകരം നമുക്ക് വേറെ വല്ല നട്ട്സോ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സ്ലൈസസോ എല്ലാം വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 35 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്നത് മാറ്റാം. പിന്നെ ഓരോരുത്തരുടെ കേക്ക് ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലപോലെ പൊന്തി അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.